ഇതാണ് കോക്കനട്ട് മിൽക്ക്. നമ്മളുടെ കീ പ്രോഡക്റ്റ് ആണ് കോക്കനട്ട് മിൽക്ക്. ഇത് നമ്മൾ 3 തരത്തിലുള്ള പാക്കിങ് ചെയ്യുന്നുണ്ട്. ഈ ക്യാനിൽ പാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ 1 ലിറ്ററിൻ്റെ പൗച്ച് ഉണ്ട്, 200 ml പൗച്ച് ഉണ്ട്, ഇത് 400 ml ക്യാനാണ്. നമ്മൾ ചെയ്യുന്നത് ഡബിൾ പാസ്ചറൈസേഷൻ ആണ്, റിട്ടോട്ട് ടെക്നോളജി. ഇത് റിട്ടോട്ട് പൗച്ചാണ്. ഇതിങ്ങനെ ചുളിഞ്ഞിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് 114 ഡിഗ്രി വരെ പാക്ക് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ കയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഗൻ പ്രോഡക്റ്റ് ആണ്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡയറി മിൽക്ക്, സാധാരണ പശുവിൻ്റെ പാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ ചിലർക്കത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഓട്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് മിൽക്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് ബൾക്കായിട്ട് പോകുന്നത് കാറ്ററിങ്ങിനുള്ള ആൾക്കാർക്കാണ്. അത് ഈ പാക്കറ്റിലാണ് നമുക്ക് പോകുന്നത്. അതുപോലെ തന്നെ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ എപ്പോഴും തിരക്കുള്ള ഓഫീസിൽ വർക്കിംഗ് വിമനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനൊക്കെ നമുക്കൊരു വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അതായത് നമുക്ക് ജസ്റ്റ് വെജിറ്റബിൾസ് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഈ തിക്ക് മിൽക്ക് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഫിഷ് കറി ആയാലും ചിക്കൻ കറി ആയാലും നമ്മൾ സീ ഫുഡൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ കോക്കനട്ട് മിൽക്ക് തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഈ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മളുടെ കോക്കനട്ട് മിൽക്ക് ഫസ്റ്റ് പ്രസ്ഡ് മിൽക്കാണ്. അത് എബൌട്ട് 22% ആണ് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ 1-ാം പാൽ എന്ന് തന്നെ പറയാം. നമുക്കിത് ഇനി മറ്റ് പാലുകളൊക്കെ ചെയ്യുന്ന മാതിരി 2-ാം പാല് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന് ശേഷം ഇത് ലാസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. നമ്മുടെ ഒരു സദ്യ ഉണ്ടാക്കാൻ, ഇപ്പോൾ ഓണത്തിൻ്റെ സദ്യയാണ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ കറികൾക്കും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കോക്കനട്ട് മിൽക്ക്.